CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പതാക ജാഥ കയ്യൂർ രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ജാഥ ക്യാപ്റ്റൻ M സ്വരാജിന് പതാക കൈമാറി. കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ച ജാഥയ്ക്ക് ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ സ്വീകരണം നൽകി. M സന്തോഷിന്റെ വിശദമായ റിപ്പോർട്ടിലേക്ക്. ധീരരക്തസാക്ഷികളുടെ മണ്ണായ കയ്യൂരിൽ നിന്നുമാണ് CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥ പ്രയാണം ആരംഭിച്ചത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പതാക സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ജാഥ ക്യാപ്റ്റനുമായ M സ്വരാജിന് കൈമാറി. കയ്യൂരിൽ ചേർന്ന പൊതുയോഗം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അമിതാധികാര വാഴ്ച ഉള്ള ഒരു ഭരണകൂടമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് ഈ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഫാസിസ്റ്റ് പ്രവണതയുള്ള ഈ ഭരണകൂടം ഫാസിസത്തിലേക്കുള്ള യാത്രയിലാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. കുത്തക മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കാൻ, കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാനാണ്. അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവർ ഉപയോഗിക്കുന്നത് മതധ്രുവീകരണമാണ്, ഹിന്ദുത്വ അജണ്ട. ആ ഹിന്ദുത്വ അജണ്ടയിലൂടെ അമിതാധികാര വാഴ്ച സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന പുതിയ ഫാസിസ്റ്റ് പ്രവണതയുള്ള ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് എന്നാണ് നമ്മൾ വിലയിരുത്തിയത്. നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായി ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനമാകെ ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ അർത്ഥത്തിലുമുള്ള ഒന്നാമത്തെ ശത്രുവായി ഇതിനെ കാണണം. ഈ ഗവൺമെന്റിന്റെ ഭരണകൂട സംവിധാനത്തെ മനസ്സിലാക്കണം എന്ന് രാഷ്ട്രീയ പ്രമേയത്തിൽ CPIM കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കയ്യൂരിൽ നിന്നും വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ജാഥ പ്രയാണം തുടരുന്നത്. കണ്ണൂർ കാസർഗോഡ് ജില്ലാ അതിർത്തിയായ കാലിക്കടവിലായിരുന്നു രണ്ടാമത്തെ സ്വീകരണം. കാലിക്കടവിൽ വെച്ച് ജില്ലാ അതിർത്തിയിൽ വെച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഹാരാർപ്പണം നടത്തിക്കൊണ്ട് ജാഥ അംഗങ്ങളെ കണ്ണൂർ ജില്ലയിലേക്ക് സ്വീകരിച്ചു. വൻ ജനാവലിയാണ് ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ ജാഥയെ സ്വീകരിക്കുന്നതിനായി എത്തിയത്. അതിനുശേഷം ഈ റോഡിന് ഇരുവശത്തും ഉള്ളവർ ഈ ജാഥയെ കടന്നു പോകുന്ന ജാഥയെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലായിരുന്നു ആദ്യ സ്വീകരണ പരിപാടി. പയ്യന്നൂരിലും വലിയ ജനാവലിയാണ് ഈ ജാഥയെ സ്വീകരിക്കാൻ എത്തിയത്. പയ്യന്നൂർ നഗരത്തിലൂടെ ഘോഷയാത്രയായിട്ടാണ് ഈ സമ്മേളനം നടക്കുന്ന പൊതുയോഗം നടക്കുന്ന വേദിയിലേക്ക് ജാഥ ക്യാപ്റ്റനെയും അതോടൊപ്പം തന്നെ ജാഥ അംഗങ്ങളെയും സ്വീകരിച്ചത്. ഈ ജാഥയുടെ ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രാധാന്യമാണ് ഈ സ്വീകരണ പരിപാടികളിലേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങൾ. ആ ഒരു സഞ്ചയം തന്നെ ഈ ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതാണെന്ന് ജാഥ ക്യാപ്റ്റൻ M സ്വരാജ് പറഞ്ഞു. ഈ സമ്മേളനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും വിശദമായി പ്രസംഗിക്കാതെ തന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ നാടാകെ പാർട്ടി ഭേദമന്യേ CPIMന്റെ സമ്മേളനത്തെ പ്രതീക്ഷയോടെയും ഗൗരവത്തോടെയും കാണുന്നുണ്ട് എന്നതാണ് വസ്തുത. അത് CPIM ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവുമാണ്. കണ്ണൂർ ജില്ലയിലെ വിവിധ സ്വീകരണങ്ങൾക്ക് ശേഷം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ജില്ലയിലെ സ്വീകരണങ്ങൾ പൂർത്തിയാക്കി പതാക ജാഥ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കും.